ചെറുപ്പത്തിൽ നമ്മളൊക്കെ വേര് മുളച്ചോന്നറിയാൻ ചെടിച്ചട്ടിന്ന് വലിച്ചു പറിക്കാറില്ലേ? മുളച്ചോന്നറിയാൻ വേണ്ടി പൊക്കി നോക്കരുത്. പക്ഷെ ചേട്ടന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേര് പിടിച്ചോന്നറിയാൻ നിങ്ങൾക്ക് പൊക്കി നോക്കാം. ഇത്ര ഉള്ളൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചുമ്മാ ഒരു കയ്യെ തൂക്കിയെടുക്കാം. വെയിറ്റ് ഇല്ല, ഫുൾ റൂട്ടായിരിക്കും. ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ എത്ര വലിയ പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ഇതാണ് ഇതിന്റെ നമ്മുടെ ഈ മിക്സിന്റെ ഒരു പ്രത്യേകത. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ വേസ്റ്റ്. ചേട്ടൻ കുലുക്കിയൊക്കെ അങ്ങ് എടുക്കുക. അതെ, ഈ ഒരു റൂട്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ നോർമലി നമ്മളൊരു പോട്ടി മിക്സ് ഉണ്ടാക്കണേ മണ്ണ് വേണം, മണൽ വേണം, ചാണകപ്പൊടി വേണം, പുല്ലുപൊടി വേണം, അങ്ങനെ പല സാധനങ്ങളും മിക്സ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ സിംഗിൾ പായ്ക്ക, ഒന്നും വേണ്ട. ഇതിന്റെ ഈ കറ കളയുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ്. പക്ഷെ 6 മാസം എടുക്കും ഇത് പ്രോസസ് ചെയ്ത് വരാനായിട്ട്. ഐഡിയ സൂപ്പറാട്ടോ. ഉള്ള കാര്യം പറയാം. ചെറുപ്പത്തിൽ നമ്മളൊക്കെ വേര് മുളച്ചോന്നറിയാൻ ചെടിച്ചട്ടിന്ന് വലിച്ചു പറിക്കാറില്ലേ? അല്ലെങ്കിൽ ഈ മണ്ണിലൊക്കെ നോക്കാമല്ലോ. ഇതേ എൻ്റെ കയ്യിൽ ഇതേ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെടിച്ചട്ടിയിലാണെങ്കിലും വലിച്ചു പറിക്കാവുന്ന ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഇതിന് ഒരു തരം പ്രത്യേക മിക്സ് ഉണ്ട്. ആ മിക്സ് ഉണ്ടാക്കിയ ചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ചേട്ടൻ എൻ്റെ അടുത്തുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ ടെറസിലാണ് ഞാൻ നിൽക്കുന്നത്. ചേട്ടൻ അടുത്തുനിന്ന് പറിച്ചോണ്ടിരിക്കുക. ചേട്ടൻ ഇവിടെ വന്നിട്ട് പറിക്കും, ഞങ്ങളെ കാണിച്ച് പറിക്കും. ചേട്ടൻ അവിടെ നിന്ന് പറിച്ചോണ്ടാ വന്നത്. കണ്ടോ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ വേര് പോലും ചീഞ്ഞു പോവുക. ഏത് പ്ലാന്റിന് നല്ല സ്പോഞ്ച് പോലുള്ള വേര് കിട്ടും. വേരുണ്ടെങ്കിൽ ചെടി ഓട്ടോമാറ്റിക് ആയിട്ട് വളർന്നു. പിന്നെ നമ്മളെപ്പോഴും പറയും വേര് ഓടുന്നതാണ് ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. അസാധ്യമായിട്ടുണ്ട്. ഏത് പ്ലാന്റിനും ഈ ഒരു റൂട്ട് ഫോർമേഷൻ നമുക്ക് കിട്ടും. അല്ല, ഇനി ഞാൻ പറിച്ചു എന്ന് കരുതി നിങ്ങൾ വിചാരിക്കണ്ട, ഇത് ഇവരെ ഇടയ്ക്ക് പറിച്ച് ക്ലീൻ ആക്കി വെക്കുന്നതാണ്. ഇത് വളരുന്ന സാധനമാണ്. അല്ല, ചെടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഊരി നോക്കിയാൽ മതി. എന്താ പറ്റിയെന്ന് ഇപ്പൊ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കാം. ചിന്തേരുപൊടി ഉപയോഗിച്ചിട്ട് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതിന്റെ പേര് ഈസി പോട്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ വന്നേക്കുന്നത്. വന്നപ്പോൾ ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ചെടി കണ്ടപ്പോൾ ഞാൻ ഓക്കെ. കാരണം നമ്മുടെ നാട്ടിൽ വളരുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. ആ പ്ലാന്റ്സ് എല്ലാം ഭയങ്കര നന്നായിട്ടാണ് വളർന്നത്. അതെങ്ങനെയാണ്? ഇപ്പം പേരെങ്ങനെയാണ്? എന്റെ പേര് അനു. അനു. ഇത് കട്ടപ്പനയില് ഡ്രീം ഹോംസ് എന്ന് പറഞ്ഞ നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അതിന്റെ മാനുഫാക്ചറിംഗിന്റെ വേസ്റ്റിൽ നിന്നാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് ഇവർക്കൊരു ഫർണിച്ചർ കടയുണ്ട്. ആ ഫർണിച്ചർ കടയിലെ തടികളുടെ എല്ലാം ചിന്തേര് പൊടിയാണ് ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു അട്ടർ വേസ്റ്റ് ആണ്. ഇത് കത്തിച്ചു കഴിഞ്ഞാലും ദിവസങ്ങളോളം കിടന്ന് കത്തും. ഇങ്ങനെ ഉമിത്തി പോലെ നീറി അങ്ങനെ കത്തി പോകുന്നതല്ല. അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യാൻ വലിയ പാടുള്ള ഒരു സംഭവം. അത് നമ്മൾ വളരെ ഉപകാരപ്രദമായ ഒരു പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്തത്. ഇത് നമ്മൾ തന്നെയാണ് എന്റെ മാസ്റ്റർ ബ്രെയിൻ. ഞങ്ങൾ 3 ബ്രദേഴ്സ് ആണ്. ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ഇറക്കിയേക്കുന്നത്. ഇതിപ്പം നിങ്ങൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷം. അതിന് മുന്നേ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യും? ഞാനൊരു 10-14 വർഷത്തെ ട്രയൽ കഴിഞ്ഞിട്ടാണ് ഇത്. 14 വർഷത്തെ ട്രയൽ സ്വന്തം വീട്ടിൽ തന്നെ നടത്തി. എനിക്ക് തോന്നുന്നു അവിടെ ഏതൊരു പ്ലാന്റ് എന്നെ കാണിച്ചു തന്നല്ലേ? ഒന്ന് കാണിച്ചു തന്നെ. അതൊരു ചെടിയല്ലേ? ജബോട്ടിക്കാവ, മറ്റേ മരമുന്തിരി. അതന്നെ. ഇതെല്ലാം ഈ മിക്സിനകത്ത് തന്നെ നിൽക്കുന്ന ഇത് ഇപ്പം ഇത് നോർമലി കായ്ക്കാനായിട്ട് ഒരു മണ്ണി നട്ട ഒരു 10 വർഷത്തെ. ഇത് മണ്ണി നട്ടത് കായ്ച്ചിട്ടില്ല. അത് മണ്ണി നട്ടത് കായ്ച്ചിട്ടില്ല. പക്ഷെ ആ കൂട്ടത്തിൽ വെച്ച് ഇത് 3.5 വർഷമായത് നിറയെ കായ്ച്ചു. അത്രയും ഇതുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇത് ചട്ടി വെച്ചോണ്ട് ഇത് കായ്ച്ചത്. പക്ഷെ ഇത് നല്ല ഗ്രോത്ത് ഉള്ളതുകൊണ്ട് കായ്ക്കും. അതായത് ഈ വേര് അങ്ങനെ ഇറങ്ങാനുള്ള ഒരു സ്പേസ് അതിന് കിട്ടുമെന്നാണോ? അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്പോഞ്ച് പോലെ ഇരിക്കും. നല്ല വായു സഞ്ചാരം ഇതിനകത്ത്, മിക്സിനകത്ത് വെള്ളം കെട്ടി കിടക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് റൂട്ട് നന്നായിട്ട് റൂട്ട് ഉണ്ടാവും. പിന്നെ ഈ ഇപ്പൊ നിൽക്കുന്ന ചെടികളെല്ലാം തന്നെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്? അതെ. ഈ പോട്ടിൽ വെച്ചേക്കുന്ന എല്ലാ ചെടികളും നമ്മുടെ ഈ മിക്സിനകത്ത് തന്നെയാണ് ചെയ്തത്. ഈ ബോഗൺവില്ല എല്ലാം നല്ല മരം പോലെ എത്ര വലുപ്പത്തിൽ വേണേലും നമ്മുടെ ചെടികൾ വളർത്തിയെടുക്കാം. ഇതുണ്ട്. ഇത് ഈ മിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, വേര് ഭയങ്കരമായിട്ട് വേരുണ്ടാവും. വേരിന് ഓടാനുള്ള ഒരു സ്പേസ്. അത് തന്നെ. ഓക്കേ, അപ്പൊ പെട്ടെന്ന് ഗ്രോത്ത് നന്നായിട്ട് വരും. ഇതുണ്ട്. ഇപ്പം ഇതിനൊക്കെ ഫുള്ള് വേരാ. ചേട്ടാ പറഞ്ഞില്ലേ എന്നോട്, ചിന്തേരി പൊടി മാത്രമല്ലല്ലോ, വേറെ എന്തൊക്കെയാ അതിനകത്ത്? ഈ ചിന്തേരി പൊടിക്കകത്ത് ടാനിൻ എന്ന് പറഞ്ഞൊരു കറയുണ്ട്. ഈ കറയുള്ളതുകൊണ്ടാണ് ആരും ഇത് യൂസ് ചെയ്യാത്തത്. ഈ ടാനിൻ എന്ന് പറഞ്ഞ കറയുള്ളതുകൊണ്ട് ഈ കറയുള്ള ഈ ചിന്തേരി പൊടി ഇട്ട് കഴിഞ്ഞാൽ ചെടി പോകും, വേര് ചീഞ്ഞു പോകും. അപ്പൊ അത് റിമൂവ് ചെയ്തിട്ട്
ഇത് കമ്പോസ്റ്റ് ആക്കി എടുക്കുന്നത് നമ്മളെ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് എവിടെയാ നിങ്ങളിത് വല്ല യൂണിറ്റ് ഉണ്ടോ അതോ? യൂണിറ്റ് ഉണ്ട്. ഓ, എവിടെയാ? ഒരു 6 ഏക്കർ സ്ഥലമുണ്ട്, നമുക്കൊരു ഫാം ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഫർണിച്ചർ ഷോപ്പിൽ തന്നെ ഇത് ചെയ്തിട്ട് നമ്മുടെ യൂണിറ്റിൽ നിന്ന് തന്നെ വരുന്നത് ഉണ്ട്, പിന്നെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ. ഒരു 50-60 ടണ്ണോളം നമ്മൾ പുറത്തുനിന്ന് എടുക്കും ഈ വേസ്റ്റ്. ഓ ആ, എന്നിട്ടാണ് ഇത് പ്രോസസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിന് നല്ല മാർക്കറ്റ്, ഇതിപ്പോ എല്ലാരും എടുക്കുവോ? ഇത് ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ട്. ആൾക്കാർ ആരാണ് മേടിക്കുന്നത്? നഴ്സറിയിലുള്ളവരാണോ അതോ വീട്ടിലുള്ള? നഴ്സറിക്കാരല്ല, മെയിനായിട്ട് വീട്ടുകാരാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ എന്റെ പ്രത്യേകത ഇപ്പൊ ഇതൊരു വലിയൊരു പ്ലാന്റാ ഇരിക്കുന്നത്. ഇതുണ്ട്, ഇതിപ്പോ ഒരു ഇത്ര ഉള്ളൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചുമ്മാ ഒരു കയ്യെ തൂക്കിയെടുക്കാം. വെയിറ്റ് ഇല്ല. വെയിറ്റ് ഇല്ല. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഫുൾ റൂട്ടായിരിക്കും. ഒറ്റ റൂട്ട് പോലും പോകാതെ ഒന്നുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്ടല്ലേ, ഇതിനകത്ത് സ്പേസ് ഉണ്ട്. ഇതിപ്പോ ഇപ്പം വെള്ളം ഒഴിച്ചോളൂ, ആ വെള്ളം അതിങ്ങനെ വാർന്നു പൊക്കോളും. ഒട്ടും കെട്ടി ഈ ചട്ടിക്കകത്ത് നോക്കി ഒരു ചള്ളയോ ഒന്നുമില്ല. ഇതുപോലെ അതിപ്പോ ഏത് പ്ലാന്റ് എടുത്താലും അങ്ങനെ തന്നെയാ. ഓ, ഇതേ ഇത്ര സിമ്പിൾ ആയിട്ട് പൊക്കി നോക്കിയത് ചുമ്മാ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊക്കി എടുക്കാം. അത്രയും വെയിറ്റേ ഉള്ളൂ. ചേട്ടന് എത്ര സിമ്പിൾ അല്ലെങ്കിലും എനിക്കും പൊക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കറക്റ്റ് ആണോ? ഇത് സാധാരണ ഇത് ഇപ്പൊ മണ്ണാണെങ്കിൽ നമുക്ക് ഇത് ഒരിക്കലും ഇത് എടുക്കാൻ പറ്റത്തില്ല. മണ്ണാണെങ്കിൽ എടുക്കാൻ ഇതായി പോകും. എന്താണ്, ഉറച്ചു പോകും. ഉറച്ചു പോകുന്നത് തന്നെയല്ല, ഈ വേര് ഇത്രയും വരത്തില്ല. ഓക്കെ. അപ്പൊ ഈ ചട്ടി ഇതെല്ലാം അങ്ങനെ തന്നെ സെറ്റ് ചെയ്തേക്കും. എല്ലാം അങ്ങനെ തന്നെ. ഇത് മറ്റേ ഇത് നമ്മുടെ ചാമ്പയാ. അതെ, ചാമ്പയ്ക്ക് വേറൊരു പേരുണ്ടല്ലോ, പനീർ ചാമ്പയല്ല. പനീർ ചാമ്പയല്ല, ഇത് കുറെ ഇമ്പോർട്ട് വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞു തന്നെ. ആപ്പിൾ ചാമ്പയോ? ആപ്പിൾ ചാമ്പ കുറെ വെറൈറ്റി ഉണ്ട്. അതെല്ലാം ഇങ്ങനെ തന്നെ. ഇത് വെക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? ഇത് ഇങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു വലിയ ചെടിയാണ്, ഇതും വലിയതാണ്. ഇതിലിപ്പം വലിയ പ്ലാന്റ്സ് വെക്കാവോ? ഇതിപ്പം ഇപ്പൊ പറഞ്ഞ പോലെ ചെറിയ ഡ്രിഫ്റ്റിങ് ചെയ്ത് നടത്തുന്ന മാവ് പിന്നെ ഉണ്ടല്ലോ, മാവ് വെച്ചിട്ടുണ്ട്. ഓ, ഇതാണല്ലേ മറ്റേ പേരക്ക അങ്ങനെയൊക്കെ ഉള്ള പ്ലാവൊക്കെ വെക്കാവോ? ഏത് വൃക്ഷവും വെക്കാം. ഓ, ഈ മാവ്. ഓക്കെ. ഇത് നമുക്ക് ഊരിയെടുക്കാം. ഇത് ഊരിയെടുക്കാം അല്ലേ, ഈ മാവോ? പിന്നെ ഇത് കൊള്ളാം കേട്ടോ. ഇത് പൊളിച്ച് ഇതേ ഊരിയെടുക്കുന്ന മാവ്. ചോട് പണ്ട് നമ്മള് പറയേ മുളച്ചോന്നറിയാൻ വേണ്ടി പൊക്കി നോക്കരുത്. പക്ഷെ ചേട്ടന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേര് പിടിച്ചോന്നറിയാൻ നിങ്ങൾക്ക് പൊക്കി നോക്കാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ധൈര്യത്തോടെ പൊക്കി നോക്കാം. കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വേര് ഉണ്ടോ ഇല്ലോ. ഇത് പണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഞാൻ ചെറുപ്പത്തിലാണ് ഈ ചെടി നട്ടേച്ചേ, ഞാൻ ഊരി നോക്കും വേരുകൾ. ശരിയാ, മണ്ണിന്ന് വേര് ഒടിഞ്ഞു പോവും. മണ്ണിലൊക്കെ ആകുമ്പോ അതിങ്ങനെ ഇത്രയും കിട്ടത്തില്ല. ഇതെന്നാ, ഇതിനകത്ത് ഈ ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മുടെ ഈ കരിയില പൊടിഞ്ഞതിനകത്ത് എല്ലാം ഉള്ളതാ. ഇതിനകത്ത് ഈ വുഡിനകത്തും ഈ ബോൺസിനകത്താണ് ഓർഗാനിക് കാർബൺ ഏറ്റവും റിച്ച് ആയിട്ടുള്ളത്. അപ്പൊ ഈ വുഡ് നമ്മുടെ ഇത് പ്രോസസ് ചെയ്ത് വരുമ്പോൾ ഇതാരാ ചേട്ടാ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടിയപ്പം അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ബൈ ചാൻസിൽ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഒരു ഇച്ചിരി പൊക്കത്തിലാണ്. അപ്പൊ ഇതിന്റെ താഴ്ഭാഗത്തോട്ട് ഈ വേസ്റ്റ് നമ്മൾ ചുമ്മാ കളയുക. അപ്പോൾ ഇതിങ്ങനെ മണ്ണിൽ ഈ മഴയെ തൊലിച്ചു പോയി. എന്നിട്ട് ഈ താഴ്ഭാഗത്ത് മൊത്തം ഇതിങ്ങനെ കിടക്കും. അപ്പോൾ ഈ താഴെ ഞങ്ങൾ ഈ പണിക്കാരെ കൊണ്ട് ഈ കാട് പറിക്കാനായിട്ട് ചെന്നപ്പോൾ ഈ കാട് പറിച്ച് പൊക്കുമ്പോഴത്തേനും അവിടെ കുറേ ഏരിയയിൽ ഇത് അടിഞ്ഞു കിടക്കുന്നിടത്ത് മാത്രം ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്നു. വലിച്ചു പൊക്കുമ്പോഴത്തേനും ഈ ഒരു പ്രദേശം മൊത്തമാണ് പൊങ്ങിപ്പോരുന്നത്. ഈ മണ്ണടക്കം, അതായത് ആ കിടക്കുന്ന പോർഷൻ, ആ വേരടക്കം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിങ്ങനെ പൊങ്ങി പോരുക. അപ്പൊ ഞങ്ങൾ ഇതന്നെ ഇത്രയും വേരെന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ഈ ചിന്തേരി പൊടി അതിങ്ങനെ ഒത്തിരി നാളുകൊണ്ട് ഡീകമ്പോസ്റ്റ് ആയിട്ട് കിടന്നതിനകത്താണ് ഈ ചപ്പ് ഇങ്ങനെ വളർന്നു, ഈ കാട് ഇങ്ങനെ വളർന്നു വരുന്നത്.
അപ്പോൾ ആവത്തേൽ ഇങ്ങനെ വേര് പിടിച്ചിരിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഇതൊരു ഐഡിയ തോന്നിയത്. ഓ, പിന്നെ അത് ഐഡിയ സൂപ്പറാട്ടോ. ഉള്ള കാര്യം പറയാം, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചെറുതിലെ നമ്മളാണെങ്കിലും പറയും റോസയാണ് നമ്മുടെയൊക്കെ ഫേവറേറ്റ്. അപ്പോൾ റോസ നട്ട് ആദ്യം ചെന്നിട്ട് നോക്കും, പൂ വരുന്നതിന് മുമ്പ് വേര് നമ്മൾ നട്ട് ഇല വരുന്നതിന് മുമ്പ് നമ്മൾ പറിച്ചു നോക്കും, വേര് വന്നു. അപ്പം ചേട്ടാ, ഞാൻ ഇവിടെ ഒരു ചെടി കണ്ടു. നിങ്ങളുടെ ഇവിടെ ഒന്ന് രണ്ട് വെറൈറ്റി ചെടികൾ കണ്ടു ഞാൻ. അത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ചോദിച്ചാണ് കേട്ടോ. ഇതെന്ത് ചെടിയാണ് ചേട്ടാ? ഏതാണ് ഇത് ഈ വെറൈറ്റി? ഇത് മെഡിനെല്ല എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇമ്പോർട്ട് വരുന്നൊരു, എല്ലായിടത്തും കോമൺ ആയി. പക്ഷെ മെഡിനെല്ല ഇമ്പോർട്ട് വരുന്നൊരു, മണമൊന്നുമില്ല. ഇതിങ്ങനെ കുറെ നാൾ നിൽക്കും. വാടാതെ നിൽക്കുന്നു, ഓർക്കിഡ് പോലെ. ഓർക്കിഡ് പോലെ ഇതിങ്ങനെ കുറെ നാൾ നിൽക്കും. ഇത് നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ്. തണല് വേണമെന്നേ ഉള്ളൂ. തണല് വേണം അല്ലേ? ഇതുണ്ട്. ഇപ്പൊ നമ്മുടെ എത്ര വലിയ പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ഇതാണ് ഇതിന്റെ നമ്മുടെ ഈ മിക്സിന്റെ ഒരു പ്രത്യേകത. അതിൽ ഈ പറഞ്ഞ പോലെ മണ്ണിരയൊക്കെ നന്നായിട്ടുണ്ട്. മണ്ണിരയാണ് നമുക്കൊരു പ്രശ്നക്കാരൻ. ഇതിപ്പോ ആ പ്ലാന്റ് വന്നപ്പോ ഉള്ള ചള്ളയായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വേര് കുറവ്. ഈ വീട്ടിലെ എല്ലാ ചെടികളും നിങ്ങൾക്ക് പൊക്കി നോക്കാൻ പറ്റും കേട്ടോ. ചേട്ടന്റെ വീട് നിറച്ചും കൃഷിയും, അതായത് കൃഷിയല്ല, ചേട്ടന് ഇഷ്ടപ്പെട്ട, ചേട്ടൻ ഇതൊന്നും വിൽക്കുന്നില്ലല്ലോ എവിടത്തേക്കും? ഇത് അങ്ങനെ വലിയ വിൽപ്പനയുള്ള സാധനമല്ല. അല്ല, ഇത് ചേട്ടന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തേക്കണം. ചേട്ടാ ഇതുണ്ടല്ലോ ചേട്ടാ, ഞാൻ ഇവിടെ വന്നപ്പോഴേ കണ്ട ഒരു സാധനം. ഇവരുടെ പെരക്കകത്തിരിക്കുന്ന ഒരു ചെടിയാട്ടോ ഇത്. നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിൽ വളരുന്ന ഒരു സാധനം. ഇത് ഇമ്പോർട്ടാണ് അല്ലേ? ഓക്കെ, സോറി, എനിക്ക് തെറ്റിപ്പോയി. അല്ല, പറമ്പി വരുന്ന ആ ഫെയിന്റെ തന്നെ വെറൈറ്റി. അത് നമ്മളിങ്ങനെ കയ്യേലൊട്ടിക്കും. പണ്ടത്തെ ടാറ്റു ഇല്ല. ഇത് പണ്ടത്തെ ടാറ്റു ആയിരുന്നു നമ്മുടെയൊക്കെ. ഇപ്പൊ ഈ കാണിച്ചേക്കുന്ന എല്ലാം ചേട്ടൻ അങ്ങനെ തന്നെ ചെയ്തേക്കുന്ന. ആദ്യം അവനവന്റെ വീട്ടിൽ തുടങ്ങിയെന്ന് അല്ലേ? ഞാനൊരു കുറെ വർഷങ്ങൾ ട്രയൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇതെല്ലാം ചെയ്ത് ഇപ്പം ഒത്തിരി പ്ലാന്റ് ആയി. 16,000-ഓളം പ്ലാന്റ് ആയി. ഇതുണ്ട് ബോഗൻവില്ല. ഇതൊക്കെ ചുമ്മാ വെറും നാടൻ വെറൈറ്റിയാണ്. പക്ഷെ നമ്മുടെ ഈ മിക്സിനകത്തായതുകൊണ്ട് നല്ല ഭംഗിയായിട്ട്. അതായത് ഈ ബോഗൻവില്ലയ്ക്കൊക്കെ വെള്ളം ഒട്ടും കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടന്നാൽ ഇതിന് പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇതെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കാത്തതുകൊണ്ട് നല്ല സൂപ്പറായിട്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത് പോട്ടിൽ മാത്രമല്ലേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ? മണ്ണിൽ വിടാം. പക്ഷെ മണ്ണിൽ ഇതിന് മണ്ണുമായിട്ട് സിങ്കായിട്ട് ഉറച്ചു പോകും. അങ്ങനെയല്ല, ഗ്രോത്ത് കൂടുതൽ കിട്ടും. നമ്മളിപ്പോ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ റൗണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് കൂടുതൽ കിട്ടും. കുറച്ചുകൂടി നല്ല ഗ്രോത്ത് വ്യത്യാസം വരും. നല്ല ഇതിൽ പല വെറൈറ്റീസ് ഉണ്ടല്ലോ ചേട്ടന്. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി, ഇമ്പോർട്ട് വരുന്ന വെറൈറ്റികളാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ നടുന്നതിന്റെ ഒരു രീതി പറഞ്ഞുതരാമോ? അതായത് ഇപ്പൊ ഈ പോട്ടിനകത്ത് ചുമ്മാ വെക്കുവാണോ അതോ എങ്ങനെയാണ്? ഞാനത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നഴ്സറിയിൽ നിന്ന് ഒരു കുഞ്ഞു പ്ലാന്റ് മേടിച്ചുകൊണ്ട് വരുന്നു. അതിനെടുത്ത് ഏറ്റവും വലിയ ചട്ടി എന്നാന്നറിയോ, നമുക്ക് പിന്നെ ഇത് തൊടാൻ എപ്പോഴും മാറ്റി വെക്കുന്ന ഒരു പാടാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വളരത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ചട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് വലിയ ചട്ടിയിലോട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈസി പോട്ടിൽ നടണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഊരിയെടുക്കുക. ഈസി പോട്ടിലായതുകൊണ്ട് നിറയെ വേരുണ്ട്, നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കുന്നു. ഇതിനെ എടുത്ത് അടുത്ത ചട്ടിയിലോട്ട്, ഇതിന്റെ അടിയിൽ ഒരു സാധനം ഇടണ്ട, ഒന്നും ഇടണ്ട. ഹോളുള്ള ചട്ടി എടുക്കുക, എന്നിട്ട് എടുക്കുക. ഇതിന്റെ സൈഡിലോട്ടാണ് ചട്ടിക്കകത്ത് കൂടുതലും ഇത് വളരുന്നത്. ഇത്രയും കേസേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പം വേണേലും ഒഴിച്ചു. അല്ല, അങ്ങനല്ല, വെക്കണ ടൈമിൽ തന്നെ വെള്ളം മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടെന്ന് ചോദിച്ചാൽ ഇതിപ്പോ എന്നാന്നറിയോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പം ഒരു ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. ഇത് അതിന്റെ ഒരു മണ്ണിന്റെ കണ്ടീഷൻ ആണെങ്കിൽ ഒരു 3 ദിവസം എടുക്കും. ഇത് നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കുതിർന്നു വരാനായിട്ട്. പിന്നെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ ആദ്യം ഒഴിക്കും. നിങ്ങൾ വിശ്വസിക്കുകയല്ല, ഇത് കണ്ടോ, തടിക്കഷ്ണം. അതെല്ലാം കറ കളഞ്ഞതാണ്, ഡീസ്റ്റെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചേട്ടന്റെ ഈ പറയുന്ന കമ്പനി എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾ ഡീകമ്പോ, അതെവിടെയായിട്ടാണ്? അത് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ. നമുക്ക് ഫാം ഉണ്ട്, അവിടെയാ ചെയ്യുന്നത്. ഫാമും ഉണ്ട്. ഒരു ഫ്രൂട്ട് ഫാം ഉണ്ട്. ഫ്രൂട്ട് ഫാം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അതിനകത്ത് ഒത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൊത്തം വെട്ടി കളഞ്ഞിട്ട് ഇപ്പം റംബുട്ടാന്, മാങ്കോസ്റ്റിന്, കുറച്ച് പ്ലാവ്, ബാക്കിയെല്ലാം വെട്ടി കളഞ്ഞു. മോസ്റ്റ്ലി വരുന്ന എല്ലാം വേസ്റ്റ് പ്ലാന്റുകളാണ്. നമുക്ക് ഈ ഫ്രൂട്ടോ അല്ലെങ്കിൽ കൊള്ളാവുന്ന. അല്ല, അപ്പൊ നിങ്ങൾ അവിടെ ഇതില് ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. ചേട്ടന്റെ ഈ ഇതിൽ നിറച്ചും ഇതിപ്പോ ബോഗൻവില്ലയുടെ തന്നെ ഞാൻ എണ്ണാവേ 1 2 3 4 5 6 ടൈപ്പ് ഞാൻ ഇപ്പൊ തന്നെ കണ്ടു ബോഗൻവില്ല.
ഇതെല്ലാം നമുക്ക് ഈ ഒത്തിരി വളർത്താൻ പാടുള്ള ഒരു വെറൈറ്റിയാണ്, പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു ഇതെല്ലാം ചേട്ടൻ എവിടെ നിന്ന് വരുത്തുന്നതാണോ? ഇതെനിക്ക് ഈ കോട്ടയത്തുള്ള ഒരു എബു എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് നമുക്ക് കൂടുതൽ ഇത് തരുന്നത്. ഓക്കെ 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 ഓക്കെ. ഒരു ഡൗട്ട് കൂടെ ചോദിക്കട്ടെ, ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നോണ്ട് ഇത് ഊരാൻ പറ്റത്തില്ലല്ലോ? ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഊരി എടുക്കാം. അത് എത്ര നാള് കഴിഞ്ഞിട്ടാ ഇപ്പം നമ്മളെല്ലാം കാണിച്ചത്? എത്ര നാള് കഴിഞ്ഞിട്ടാവൂ? ഒരു 3 മാസം കഴിയുമ്പോഴത്തേനും ഫുൾ റൂട്ട് ആവും. അപ്പൊ മാത്രമേ അത് പൊക്കി നോക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതുണ്ട്, ഇതിപ്പം ജസ്റ്റ് അങ്ങ് ഇട്ടതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അറിയാൻ പറ്റുമല്ലേ? ഇതിനകത്ത് ഇതുണ്ടേ, ഞാൻ ഇത് സെറ്റ് ആയെങ്കിലാണ് നമുക്കത് അറിയാൻ പറ്റുന്നത് അല്ലേ? സെറ്റ് ആയെങ്കിൽ നമുക്കത് അങ്ങനെ എൻ്റെ ഉടുപ്പിന്റെ കളറാണല്ലേ? അതൊരു വെർട്ടിക്കൽ ഫ്രെയിമിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹെയർനാന്ന് പറഞ്ഞിട്ട് മരമുന്തിരി. ഇത് അതിനകത്ത് ഏറ്റവും ടേസ്റ്റ് കുറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത്. അപ്പൊ ഞാൻ ടേസ്റ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ അല്ല ഇതിനേക്കാളും ടേസ്റ്റ് ഉള്ളതുണ്ട്. ഇപ്പൊ കറക്റ്റായി. ഇതുണ്ട്, ഇത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഊരിയെടുക്കാം. ഓക്കെ 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 ഓക്കെ. ഇതുണ്ടോ, ഒരു ചള്ള എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷെ മണ്ണി വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരിക്കലും ഇത് എടുക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ എന്ത് പ്ലാന്റ് ആണെങ്കിലും ഇതിനകത്ത് നല്ലപോലെ വളർത്താം. ഓക്കെ. റോസയൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പൂവിടും തോന്നുന്നു. നല്ലതുണ്ടോ? ഇത് നിങ്ങളുടെ ക്ലൈമറ്റിന്റെ ആണോ അതോ? ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ട് വെറൈറ്റിയാ, ഇവിടെയുള്ള വെറൈറ്റി അല്ല. ഓക്കെ. അത് നിങ്ങൾ എന്താ പിന്നെ ഇത് നഴ്സറി ആയിട്ട് കൊടുക്കാണ്ടിരുന്നത്? നഴ്സറി ആയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ ബിസിനസ്സാണ്. അതിനിടയ്ക്ക് ഇതെല്ലാം കൂടെ കൂടി. പക്ഷെ നിങ്ങൾ റീസൈക്കിൾ ചെയ്യുന്ന അടിപൊളിയാണ് കേട്ടോ. കാരണം ഫർണിച്ചറിന്റെ ചിന്തയിൽ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് അതിൽ നിന്നൊന്നും അങ്ങനല്ല, ഇത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ വേസ്റ്റ്. ചേട്ടൻ കുലുക്കിയൊക്കെ അങ്ങ് എടുക്കുക. ഈ ഒരു റൂട്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിക്സിന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതുണ്ട്, ഇപ്പൊ ഇത് ഞാനൊരു ബോൺസായി പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചേട്ടൻ പറഞ്ഞ നേരം കേട്ടോ. ചെടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്, നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നമ്മൾ വർഷം കൊണ്ട് ഊരി നോക്കുന്ന പോലെ ചെടിക്ക് എന്തെങ്കിലും നല്ല രസം നോക്ക്. ഇതുണ്ടോ? അതിപ്പോ ഏത് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു റൂട്ട് ഫോർമേഷൻ കിട്ടും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിൽ വെള്ളം കെട്ടിയ ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടക്കുകയല്ല. ഓവറായിട്ട് വെള്ളം കിട്ടുക, അതുകൊണ്ടാണ് ഇതുപോലെ റൂട്ട് വളരെ. ചേട്ടനോട് ഇവിടെ നിന്ന് ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെ ചാക്ക് കണക്കിനാണോ മേടിക്കുന്നത്? അത് 50 കിലോ ബാഗാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കൂടുതലും. 50 കിലോ ബാഗിന് എത്രയാണ്? അത് ട്രാൻസ്പോർട്ടിംഗ് ഉൾപ്പെടെ 1500. 1500. ഓക്കെ. അത് അപ്പൊ എനിക്ക് തോന്നുന്നു 50 കിലോയിൽ എത്ര ചെടി നടാം? ലൈക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇതുപോലെ ഒരു ചട്ടിക്ക് വരുമ്പോഴത്തേനും ഒരു 1.5 കിലോയോളം വേണ്ടി വരും. 1.5 കിലോ. നമ്മള് മറ്റേ മാവൊക്കെ അല്ല ചേട്ടന്റെ മറ്റേ മരമുന്തിരി നട്ടതാണെങ്കിൽ അത് നമ്മൾ ഓരോന്ന് അതൊക്കെ ഒരു 10-20 കിലോയോളം വേണ്ടി വരും. ഓക്കെ. അപ്പൊ നമ്മളുടെ ആവശ്യം എന്താണ്, നമുക്ക് വളർത്തേണ്ടത് എന്താണെന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഞാൻ ആദ്യം ചെറിയ പോട്ടിനൊക്കെ 1 കിലോ ഒക്കെ മതിയാവും. ഒരു പോട്ടിന് ഈ ചെറിയതിനൊക്കെ ഇതുപോലത്തെ ഒക്കെ. അത് നമുക്കൊരു കയ്യളവാണല്ലേ? അത് നമുക്ക് ചെയ്യുമ്പോൾ അറിയാം. അതിപ്പം ഏത് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 എണ്ണം ഒക്കെ വേറെ ഇങ്ങനെ വളർന്നു വരുന്ന. ഇവിടെ ഒരെണ്ണത്തിന് മറ്റേ ഉടുപ്പ് പോലും ഇല്ലതേ നോക്ക്. ഇങ്ങേർക്ക് കൂടുമില്ല, കൊടുക്കയില്ല. നോക്ക്. ഇതുകൊണ്ട് ഒരു പ്ലാന്റ് നമുക്ക് നശിച്ചു പോകത്തില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു മണ്ണില്ലാത്തവർക്ക് ഭയങ്കര പ്രയോജനം. നോർമലി നമ്മളൊരു പോട്ടി മിക്സ് ഉണ്ടാക്കണേ മണ്ണ് വേണം, മണൽ വേണം, ചാണകപ്പൊടി വേണം, എല്ലുപൊടി വേണം, അങ്ങനെ പല സാധനങ്ങളും മിക്സ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ സിംഗിൾ പായ്ക്ക, ഒന്നും വേണ്ട. ഇത് മാത്രം. ചകിരിച്ചോറിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 ഗ്രാം ചകിരിച്ചോറിനകത്ത് 10 ഗ്രാം വെള്ളം ഹോൾഡ് ചെയ്യും. വേനൽക്കാലത്ത് ഓക്കെ, മഴക്കാലത്ത് വരുമ്പോഴത്തേനും ഇത് ചീഞ്ഞു പോകും. ഇത് വേനലും മഴ ഒരേപോലെ എത്ര ഇതെല്ലാം ഫുള്ള് ഈ ബോഗൺവില്ല ഈ ഹൈബ്രിഡ് എല്ലാം ഞാൻ മഴയത്തും എടുത്തു വെക്കും. ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ലപോലെ റൂട്ടായിട്ട് വരുന്ന പ്ലാന്റ് ആയിരിക്കണം. ഞാനിത് മൊത്തം ബെയർ റൂട്ടായിട്ട് ഇതിന്റെ ഈ വരുന്ന മണ്ണെല്ലാം കളഞ്ഞ് നല്ലപോലെ ഊരാനും പറ്റില്ല, അതുപോലെ താഴേക്കും കൂടെ വേര് വന്നതാ. ഇതിപ്പോ ഈ മണ്ണിര ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് കുറെ ഇച്ചിരി ഇത് ക്ലേ പോലെ ആക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഈ മിക്സിന്റെ ഒരു പ്രശ്നം മണ്ണിര മാത്രമേ ഉള്ളൂ. മണ്ണിര മണ്ണിര ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇത് വിഷമില്ലാത്തതായതുകൊണ്ട്, കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് മണ്ണിര കയറും. ഇപ്പൊ ഈ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഏത് പ്ലാന്റ് ഇതുകൊണ്ട്
കാട് പോലെ വളർന്നു. ഓ ശരിയാ. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. അപ്പോൾ വേറെ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, വേറെ ശരിയാ, ഒട്ടും വെയിറ്റ് ഇല്ല. വെയിറ്റ് ഇല്ല ചേട്ടാ. അപ്പോൾ നമ്മളിത് വേറെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണോ ഇതിനകത്ത്, ഇതിൻ്റെ കൂടെ വളമായിട്ടോ വല്ലോ? വളം നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ആ കൈ പിടിച്ചിരിക്കുന്ന ഒരു വളമാണ്, നമ്മുടെ ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ. നമ്മുടെ അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഇതൊക്കെ വെള്ളം കെട്ടിക്കിടന്നാൽ പോകുന്ന ഒരു പ്ലാന്റ് ഇത്. പക്ഷേ എല്ലായിടത്തും ഉള്ള ഒരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞ്. പക്ഷേ ഇതുണ്ട്, ഒരു ഇല പോലും കരിയാതെ നല്ല, അതേത് പ്ലാന്റും നല്ല സൂപ്പർ ആയിട്ട്. കവുങ്ങൊക്കെ വെച്ചേക്കുന്നതിനകത്താണോ? കവുങ്ങ് ഞാൻ ചുമ്മാ ഒരു ട്രയൽ, നമ്മുടെ പുതിന ഈ ഹാങ്ങിങ് പ്ലാന്റിനകത്ത് പോട്ടിനകത്ത് വളർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. നന്നായിട്ട് ഇങ്ങനെ അതിന് സ്പ്രെഡ് ചെയ്യാൻ സ്പ്രെഡ് ചെയ്യാം. ഇത് നമുക്ക് ചുമ്മാ ഞാൻ ചുമ്മാ നട്ടു. അപ്പൊ നിങ്ങളിപ്പോ പ്ലാന്റ് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മേടിക്കുക, ആ മേടിക്കുന്ന മണ്ണ് ആദ്യം റിമൂവ് ചെയ്യണം. അത് പക്ഷേ അത് ഇച്ചിരി എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ചെടി പോവും. അത് നല്ല ക്ലൈമറ്റിലൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. പക്ഷെ ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റും ഞാൻ ഈ മണ്ണ് കളഞ്ഞിട്ട്. അതെങ്ങനെയാണ് മണ്ണ് കളയുന്നത്? വെള്ളം ഒഴിച്ച് കളഞ്ഞ് തന്നെയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചിടുവോ? വെള്ളം ഒഴിച്ച് ആ ടാപ്പിന്റെ കീഴെ വെച്ച് കളയും. അത് ഇതുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ എന്ന് പറഞ്ഞാൽ വേര് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഒറ്റ വേര് പോലും ചെയ്യും. അത് ഈ ഹോളായിട്ട് ഇത് ഇരിക്കുന്നുണ്ടോ? ഹോളായിട്ട് വേര് മുഴുവൻ ഇറങ്ങി നന്നായിട്ട് നിപ്പുണ്ട്. അതിപ്പോൾ ഏത് പ്ലാന്റ് എടുത്താലും ഈ ഒരു റൂട്ട് ഫോർമേഷൻ കിട്ടും. ഈ നമ്മൾ ഈ മണ്ണി വളർത്തുന്ന മാതിരിയല്ല, ചട്ടി വളർത്തുമ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് വെയിറ്റ് കുറവായിരിക്കണം, വായു സഞ്ചാരം വേണം, വെള്ളം കെട്ടിക്കിടക്കരുത്, ന്യൂട്രിയൻസ് എല്ലാം വേണം. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് നമ്മുടെ ഈസി പോട്ട്. കറക്റ്റ്, ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പൊ മണ്ണ് കളഞ്ഞതിന് ശേഷം ഞാൻ നോർമലി അതെന്നാന്നറിയോ, ആദ്യം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മണ്ണ് കളഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ലോക്കൽ പ്ലാന്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഈ കറക്റ്റ് ക്ലൈമറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇതുപോലെ ചൂടുള്ളിടത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകും. ചൂടില്ലാത്തപ്പോ അല്ലെങ്കിൽ ചെറിയ ഒരു മഴ പരുവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചേട്ടൻ പറയുന്നതിൽ. നിങ്ങൾ മറ്റേ എന്താ ഈസി പോട്ട് വാങ്ങിച്ചു, നിങ്ങൾ നാളെ കൊണ്ട് ഇട്ടിട്ട് ചെടി വളർന്നിട്ടില്ലെങ്കിൽ ചേട്ടനെ കുറ്റമൊന്നും പറയരുത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്ലാന്റ് ചെറിയ ചട്ടിക്കകത്ത് വെക്കണം, ഒത്തിരി വലിയ ചട്ടിക്കകത്തോട്ട് വെക്കേണ്ട കാര്യം. അപ്പം ഈസി പോട്ടല്ല, ഏത് മിക്സ് ആണേലും ഇത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഈ മണ്ണിൻ്റെ ഇതിനകത്ത് വെള്ളത്തിൽ അലിയുന്ന എല്ലാം താഴോട്ട് അടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം വലിയൊരു ചട്ടിക്കകത്തോട്ട് നമ്മളൊരു ചെറിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കും. ഒരു 2 മാസം കൊണ്ട് മൊത്തം ചള്ളയാവും. അത് ഈസി പോട്ടല്ല, ഏത് പോട്ടാണ്. ഇത് സ്ട്രോബെറി അല്ലേ നട്ട് വെച്ചേക്കുന്നത്? ഇത് സ്ട്രോബെറി ഒരു ഹൈബ്രിഡ് വെറൈറ്റി കിട്ടിയതാണ്. ഞാനൊന്ന് ട്രയൽ പൂടാൻ തുടങ്ങി അല്ലേ? ഇതിലെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ, സ്ട്രോബെറിക്ക് പൂ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഉള്ള ഒരു വെറൈറ്റി അല്ലേ, ഒരു വൈറ്റ് സ്ട്രോബെറി ആയതാണ്. ഓക്കെ. ഇപ്പൊ ഇതിനകത്തൊരു ചേട്ടൻ പറയുന്ന ഒരു തുള്ളി പോലും മണ്ണില്ല എന്നാണ് പറയുന്നത്. മണ്ണില്ല, ഇല്ല. ഇത് നമ്മുടെ ഈ മിക്സ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കണ്ട കുറേ വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിവിടെ എല്ലായിടത്തും ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇവിടുത്തെ ക്ലൈമറ്റ് നന്നായിട്ട്, ഇടുക്കിയിലെ ക്ലൈമറ്റ് കുറേ എനിക്ക് തോന്നുന്നു ഇടുക്കിയിലാണ് ഇത്രയും വലുതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾക്ക് ആദ്യമായിട്ടൊരു ഫീല് വരുന്നത്. നമ്മുടെയൊക്കെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ഒരു. നമുക്ക് ഇതിനകത്തെ ഒരു 50% നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഒരു ഇതുണ്ട്. ഇടുക്കി, വയനാട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്ലാന്റ് വളരുന്നത്. ബാക്കിയുള്ളത് നമ്മൾ ആ ക്ലൈമറ്റും വളവും ഇതെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് കൊടുക്കണം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ആ ഇടുക്കിയുടെ ഒരു ക്ലൈമറ്റിൽ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ തണുത്തിട്ട് വയ്യ, തണലത്ത് നിന്നിട്ട് ഞാൻ ചെന്ന് വെയിലത്ത് നിന്നപ്പോൾ ചൂടെടുത്തിട്ട് വയ്യ. എനിക്ക് എന്നാ ചെയ്യണം എന്നറിയാമല്ലോ. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു AC ക്ലൈമറ്റാണ്. എടുത്തു കുഴപ്പമില്ല. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി ആയതല്ല. ഇങ്ങനെയാണ് പ്രശ്നക്കാരൻ. മണ്ണിര അതിനകത്തുണ്ടൊരു മണ്ണിര. ഇത് വലിയൊരു പ്രശ്നക്കാരൻ. ഇത് ശരിക്കും നമ്മൾ ചുമന്നുകൊണ്ട് വന്ന ഒരു അപകടകാരിയായി. ചട്ടിക്കകത്ത് ഇത് പ്രശ്നമാണ്. ഒന്ന് പറഞ്ഞാല് ഇത് ഈ ആഫ്രിക്കൻ മണ്ണിര നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ ഇതിന് നമ്മൾ ഇത് വില കൊടുത്ത് മേടിച്ചിട്ട സാധനം. ഇത് ആഫ്രിക്കൻ മണ്ണിരയാണ്. ഇത് നിങ്ങൾ എന്തിനു മേടിച്ചിട്ടെന്നാ? ഇത് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഏതിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ നമ്മുടെ എല്ലാരും ചെയ്യുന്ന ഒരു സാധനം. അല്ലല്ല, മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ ഇപ്പൊ മൊത്തം സ്പ്രെഡായി. ഈ ചട്ടിക്കകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നക്കാരനായി ഇത്.
ഒരു ചൂണ്ടയിടാൻ വേണ്ടിയിട്ടേ ഞങ്ങളുടെയൊക്കെ ചെറുതിൽ ചേട്ടായിമാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് എടുത്തിട്ട് ഇത് പക്ഷേങ്കില് ഇത് നമുക്ക് വേറൊരു കാര്യത്തിന് യൂസ് ചെയ്യാം. മീനിന് തീറ്റയായിട്ട് അതാ പറഞ്ഞ കൊടുക്കാൻ, കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല സാധനം ഇതിനെ വളർത്തിയെടുത്താൽ. പക്ഷെ ഈസി പോട്ടിനകത്ത് ഇത് ഉണ്ടാവത്തില്ലെന്നല്ലേ പറയുന്നത്? ഉണ്ടാകും. ഇത് നാച്ചുറൽ ഒരു പ്രോഡക്റ്റ് അല്ലേ. ഓ ഇതിലുണ്ടാവും. വിഷമില്ലാത്തതുകൊണ്ട്, കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് നിറയെ ഉണ്ടാകും. അത് മാത്രമേ ഉള്ളൂ ഒരു ശല്യം. ഓക്കെ, അത് മാത്രമാണ് ഇതിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് ചേട്ടൻ പറയുന്നത്. ഇത് ശരിക്കും ഇത് പേസ്റ്റ് ആയി പോയി ഈ മണ്ണിലെ കയറി കഴിഞ്ഞാൽ. ചുമ്മാ പൂത്തേ ഈ ഒരു അയ്യോ, ഇത് മറ്റേ പണ്ടത്തെ വേറൊരു കളർ പൂവല്ലേ ഇത്? ഇത് മഞ്ഞ, ഇത് വേറൊരു ഇത് കളറല്ലായിരുന്നു? അതല്ല ഇത് എവിടുന്നോ വഴിയിൽ നിന്ന് കിട്ടിയതാ. പക്ഷെ ഇത് സാധനം വെയിറ്റ് ഇല്ലല്ലോ. വെയിറ്റ് ഇല്ല. ഇത് നമ്മളൊക്കെ ഇതിന്റെ പേര് ഞാൻ മറന്നു. നമ്മളൊക്കെ ചെറുതിലെ ഇത് വഴിയിലൊക്കെ നിൽക്കുന്ന ഞാൻ എവിടുന്നോ വഴി സൈഡിൽ നിന്ന് അത്യാവശ്യം ചേട്ടൻ എന്തുണ്ടെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം അല്ലേ? ഒരു പാഷൻ വേണം എന്ത് കാര്യത്തിനാണേലും. നമുക്കൊരു ഇപ്പൊ നിങ്ങളിപ്പോ ഈ വന്ന് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പാഷൻ കൊണ്ടാണ് എടുക്കുന്നത്. വരുമാനം പുറകെ വരും. അല്ല, അത് വരുമാനത്തിന് വേണ്ടിട്ട് എന്റെ ജോലിയാണ്. എനിക്ക് ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ കണ്ടന്റ് ചെയ്യണം, അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ കാണണം, അത് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അല്ല, അത് നമ്മുടെ ഒരു പാഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ വിജയിക്കുന്നത്. നമുക്ക് വരുമാനം പുറകെ വരും. പക്ഷെ നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഹാപ്പിയാണ്. സത്യം, അത് ഭയങ്കര ഭയങ്കര പുതിയ പുതിയ ആൾക്കാരെ കാണുന്നത്. ഇപ്പൊ ചേട്ടനോട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നിട്ട് വെറൈറ്റി കാണുന്നെന്ന് പറയുന്ന പോലെ തന്നെ ഇത് എനിക്ക് മാത്രം കിട്ടുന്നൊരു, മനസ്സിലായോ, അതൊരു ഫീലാണ്. അല്ല, നമ്മൾ അങ്ങനെ ചെയ്തെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ഇത് ഈ ചെടിയിലാണോ മറ്റേ? ഇതല്ലെന്ന് തോന്നുന്നല്ലേ, ഇങ്ങനെ കോർത്ത് വെക്കാവുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ടയിലോട്ട് വളരുന്ന ഞാൻ ചുമ്മാ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ശരിക്കും നമ്മൾ വില കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിൽ എന്താ റിച്ച് ലുക്കിൽ ശരിക്കും പ്ലാന്റ് സെറ്റ് ചെയ്യുക. ഈ പൊടി ഒരു ഐഡിയ വേണം നമുക്ക് ഇത് ചെയ്യുമ്പോൾ. ഒരു ഐഡിയ ഇതൊക്കെ ചുമ്മാ ഇന്നത്തെ മനസ്സിലായി. ഇവിടെ ഞാൻ കണ്ടു പലതും. ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് ഡൗട്ടേ ഞാൻ കണ്ടിരുന്നതുണ്ട്. ഒന്ന് രണ്ട് പോട്ടിനകത്ത് മറ്റുള്ള കളകൾ വളരുന്നുണ്ട്, കളകള്. അപ്പൊ നമ്മളത് ഇതിനകത്ത് കളകൾക്ക് വളരാനുള്ള സ്പേസ് കൂടുതലാണോ? മണ്ണിലും വളരും. അല്ല, അത് നോർമലി ഉള്ള നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഇത് എന്നാന്നറിയോ, ഇതെല്ലാം നോക്കാനുള്ള ഒരു ടൈമിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ. പക്ഷെ വളർന്നു വന്നേക്കുന്ന വൈഫ് വെള്ളം ഒഴിക്കുക മാത്രമേ ഉള്ളൂ, വേറൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതെ, ഓരോരുത്തർക്കും ഓരോ അല്ല, ഒരു ചെടിച്ചട്ടി പോലും മേടിക്കണമെങ്കിൽ നല്ല എമൗണ്ട് ആകും. അപ്പൊ അങ്ങനെയുള്ളപ്പോ അതിനെ ഇത്രയും നന്നായിട്ട് ചെയ്യണ്ടേ? നന്നായി ഒരു ചേട്ടൻ പറഞ്ഞ ഒരു പാഷൻ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു ക്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. പുതിനയൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ളത് ചട്ടിക്കകത്ത് ഇങ്ങനെ തൂക്കി ഹാങ്ങിങ് പോട്ടിനകത്തിട്ട് വെച്ചേക്കും. അപ്പൊ ചേട്ടാ, നിങ്ങളുടെ മറ്റേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിട്ട് ഇതുണ്ടോ? അതിനെ പോകുന്നുണ്ടോ? നിങ്ങളുടെ ചെലവുണ്ടോ? സെയിൽ നന്നായിട്ടുണ്ട്. നമ്മൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴി ഇത് കൊറിയർ അപ്പോൾ അവരുമായിട്ട് ഒരു ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് 5 രൂപയുള്ള ഒരു കിലോയ്ക്ക് കൊറിയർ ചാർജ് 50 കിലോയ്ക്ക് വരും. ഓൾ ഇന്ത്യ സർവീസ് നമുക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മള് ചേട്ടന് വേണ്ടിയിട്ട് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഞാൻ ഇങ്ങനെ ഒന്നും അറിഞ്ഞിട്ട് ആള് വന്നതല്ല. അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, കാരണം പലരും ഇത് പ്രൊമോഷൻ വീഡിയോ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. ഞാൻ പ്രൊമോഷൻ വീഡിയോ അല്ല, ഒരു ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ചെയ്തൊരു ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതെന്നു വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഈ കറ കളയുക എന്നുള്ളത് വലിയ ടാസ്ക്. അതുകൊണ്ട് തന്നെ അവർ ആ കറ കളയുന്ന ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തരത്തില്ലെന്നാ പറയുന്നത്. അല്ല, കറ കളയുന്ന വെള്ളത്തിലിട്ടാ കളയുന്നത്, വേറെ പ്രത്യേകിച്ച് അതാ വെള്ളം എന്താന്ന് പറയത്തില്ല. വെള്ളം വെറും പച്ചവെള്ളം. പക്ഷെ 6 മാസം എടുക്കും ഇത് പ്രോസസ് ചെയ്ത് വരാനായിട്ട്. ഈ പറയുന്ന സാധനോ? ഇത് നമ്മുടെ ഇപ്പം പച്ചക്കറി കമ്പോസ്റ്റ് ആണെങ്കിലും 2 മാസം എടുക്കും. അപ്പൊ ഈ തടി ഇങ്ങനെ 6 മാസം വെള്ളത്തിലിട്ട് 6 മാസമല്ല, ഒരു 2 മാസത്തോളം വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് പിന്നെ ഇതിനെ കമ്പോസ്റ്റ് ആക്കി എടുക്കുന്നു. തെർമോഫോമിംഗ് ബാക്ടീരിയയെ വെച്ച് ഇത് കമ്പോസ്റ്റ് ആക്കി. ചെറിയ ടാസ്ക് അല്ല. അതല്ല, അവരുടെ ട്രേഡ് സീക്രട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സന്തോഷം. ഇവരുടെ പെരയിലൊക്കെ നല്ല രസമുള്ള കുറെ ചെടികളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പെരയിലല്ല, വീട്ടില്. നമ്മൾ പെട്ടെന്ന് നാട്ടിൽ ലാംഗ്വേജ് ആയിപ്പോയി. അപ്പം ചേട്ടാ, ഇങ്ങനെ ഒരു ടെക്നിക്ക് നിങ്ങൾ കൊണ്ടുവന്നതില്ല, നിങ്ങൾ ചേട്ടനിയന്മാരുടെ ഒരു ഐഡിയക്ക് ആദ്യമേ തന്നെ പിന്നെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ചേട്ടൻ ഭയങ്കര തിരക്കാണ്. ആ തിരക്കിനിടയിൽ ഞങ്ങളോട് 10 മൂവി വേൾഡ് മീഡിയയുടെ വക താങ്ക് യു.